ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്നറിയോ? വെള്ളത്തിന് സ്വന്തമായി ഒരു രൂപമോ ഭാവമോ ഇല്ല. പക്ഷേ ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് അതിൻ്റെ രൂപം സ്വീകരിക്കും. ഏത് നിറം ചേർത്താലും ആ നിറമായിട്ട് മാറും. നിങ്ങൾക്കറിയാവോ, പഠനങ്ങൾ പറയുന്നത് നമ്മൾ പറയുന്ന വാക്കുകളും നമ്മുടെ വികാരങ്ങളും ഊർജവുമെല്ലാം ഉൾക്കൊള്ളാൻ വെള്ളത്തിന് ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും കിട്ടുന്ന തീർത്ഥജലത്തിന് അത്രയധികം ശക്തി നമ്മൾ കൽപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ സാധാരണ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതും ജ്യോതിഷപരമായി. വിവാഹം, ജോലി, പണം, പ്രശസ്തി, സൗന്ദര്യം, ആരോഗ്യം, മനസ്സമാധാനം എന്തോ ആകട്ടെ, അതിനെല്ലാം പരിഹാരമായി വെള്ളത്തിനെ ഒരു മാന്ത്രിക വിദ്യ പോലെ നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാണ് എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? വളരെ ലളിതമാണ്. നമ്മൾ ദിവസവും കുളിക്കുന്ന വെള്ളത്തിൽ ചില പ്രത്യേക സാധനങ്ങൾ ചേർത്താൽ മാത്രം മതി. ആ സാധനങ്ങൾ നമ്മളുടെ ഓറയെ ശുദ്ധീകരിക്കുകയും പോസിറ്റീവ് ഗ്രഹങ്ങളുടെ ഊർജത്തെ നമ്മളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ അത്ഭുത രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾ റെഡിയല്ലേ? വീഡിയോ മുഴുവനായും കാണണം, കാരണം ഓരോന്നും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തേത്, വിവാഹ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ മഞ്ഞൾ. വിവാഹം വൈകുന്നു, നല്ല ആലോചനകൾ വന്നിട്ടും ഒന്നും ശരിയാകുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ പങ്കാളിയുമായി എപ്പോഴും വഴക്കാണ്, ഒരു മനസ്സമാധാനവുമില്ല. ഈ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ ഒട്ടും പേടിക്കണ്ട. നമ്മുടെ എല്ലാം അടുക്കളയിലുള്ള ഒരു അത്ഭുത വസ്തുണ്ട്, മഞ്ഞൾ. അത് ഒറിജിനൽ മഞ്ഞപ്പൊടി ആയിരിക്കണം കേട്ടോ. നമ്മുടെ കേരളത്തിൽ മഞ്ഞളിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കല്യാണ ചടങ്ങുകൾക്കും പൂജകൾക്കും സൗന്ദര്യ സംരക്ഷണത്തിനുമെല്ലാം മഞ്ഞൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കുപ്പിയിലാക്കി നിങ്ങളുടെ ബാത്റൂമിൽ സൂക്ഷിക്കുക. ദിവസവും കുളിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി ആ വെള്ളത്തിൽ കുളിക്കുക. ഇത് കുറഞ്ഞത് 30 ദിവസമെങ്കിലും തുടർച്ചയായിട്ടും ചെയ്യണം. മഞ്ഞൾ വ്യാഴഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ഊർജം കൊണ്ടുവരികയും വിവാഹ തടസ്സങ്ങൾ നീക്കുകയും ദാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യും. 1 മാസമെങ്കിലും ഇത് മുടങ്ങാതെ ചെയ്തു നോക്കൂ. മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാം. ഇനി രണ്ടാമത്തേതാണ്, പ്രശസ്തിയും അംഗീകാരവും നേടാൻ പനിനീർ. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ആരും ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? ഓഫീസിലായാലും സമൂഹത്തിലായാലും അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നില്ലേ? നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ലേ? എങ്കിൽ ഇനി മുതൽ കുളിക്കുന്ന വെള്ളത്തിൽ പനിനീർ അഥവാ റോസ് വാട്ടർ ചേർത്ത് കുളിച്ചു നോക്കൂ. ഞാനിവിടെ പറയുന്നത് കടകളിൽ നിന്നും കിട്ടുന്ന കൃത്രിമ മണമുള്ള പനിനീരിനെ കുറിച്ചല്ല. ശുദ്ധമായ നാടൻ റോസാപ്പൂക്കൾ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പനിനീര് തന്നെ വേണം. ശുക്രൻ എന്ന ഗ്രഹമാണ് പ്രശസ്തി, കല, സൗന്ദര്യം, ആഡംബരം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത്. റോസാപ്പൂവിനും പനിനീരിനും ശുക്രന്റെ ഊർജത്തെ ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. ദിവസവും കുളിക്കുന്ന വെള്ളത്തിൽ 1-2 അടപ്പ് ശുദ്ധമായ പനിനീർ ചേർത്ത് കുളിക്കാം. ഒരു രാജകീയ സ്നാനം കഴിഞ്ഞ അനുഭൂതിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. പനിനീരിൻ്റെ സുഗന്ധം നിങ്ങളുടെ ഓറയെ ആകർഷണീയമാക്കും. റോസാപ്പൂവിൻ്റെ സുഗന്ധം എവിടെയും നിറഞ്ഞു നിൽക്കുന്നത് പോലെ നിങ്ങളുടെ പ്രശസ്തിയും എല്ലായിടത്തും എത്തും. ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും, നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കും. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണെങ്കിലും ഫലം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇനി മൂന്നാമത്തേത്, കണ്ണേറും നെഗറ്റീവ് എനർജിയും ഓടിക്കാൻ ഒരു കോഫി ബാത്ത്. രാവിലെ 1 കപ്പ് കാപ്പി കുടിച്ചാൽ കിട്ടുന്ന ഉന്മേഷം നമുക്കെല്ലാവർക്കും അറിയാലേ. എന്നാൽ ഈ കാപ്പിപ്പൊടി കൊണ്ട് കുളിച്ചാലോ? സംശയിക്കേണ്ട, ദൃഷ്ടിദോഷം അഥവാ കണ്ണേറ്, നെഗറ്റീവ് എനർജി എന്നിവയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ഒരു സൂപ്പർ പവർ കാപ്പിക്കുണ്ട്. രാഹു എന്ന ഗ്രഹമാണ് പെട്ടെന്നുള്ള തടസ്സങ്ങൾക്കും നെഗറ്റീവ് ചിന്തകൾക്കും പലപ്പോഴും കാരണമാകുന്നത്. കാപ്പിപ്പൊടിക്ക് രാഹുവിൻ്റെ നെഗറ്റീവ് എനർജിയെ നിർവീര്യമാക്കാൻ സാധിക്കും. ഇതൊരു ഓറ സ്ക്രബ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. മുഖത്തെ മൃതകോശങ്ങളെ സ്ക്രബ് ചെയ്ത് കളയുന്നത് പോലെ കാപ്പിപ്പൊടി ചേർത്ത വെള്ളത്തിലെ കുളി നമ്മുടെ ഓറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അനാവശ്യ ഊർജങ്ങളെയും ദൃഷ്ടിദോഷങ്ങളെയും കഴുകിക്കളയുന്നു. കുളിക്കാനുള്ള വെള്ളത്തിൽ 1 ടീസ്പൂൺ ശുദ്ധമായ കാപ്പിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി ആ വെള്ളത്തിൽ കുളിക്കുക.
ജീവിതത്തിൽ കാര്യങ്ങൾക്കെല്ലാം ഒരു മന്ദതയും തടസ്സവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി മാറി ജീവിതത്തിനൊരു പുതിയ ഉന്മേഷം കൈവരുന്നത് കാണാം. ഇനി 4-ാമത്തേത്, ടെൻഷനും ഉത്കണ്ഠയും കുറയ്ക്കാൻ പാൽ. ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുക, രാത്രിയിൽ ശരിക്കും ഉറങ്ങാൻ കഴിയാതിരിക്കുക, മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കുക, ഇന്നത്തെ കാലത്ത് പലരും അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ഇതിന് പ്രകൃതിദത്തമായ ഒരു പരിഹാരമുണ്ട്. പച്ചപ്പാൽ. തിളപ്പിക്കാത്ത കുറച്ച് പാലെടുത്ത് കുളിക്കുന്ന വെള്ളത്തിൽ ചേർക്കുക. ഈ വെള്ളത്തിൽ കുളിക്കുന്നത് ഒരമ്മയുടെ വാത്സല്യം നിറഞ്ഞ തലോടൽ പോലെയാണ്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കുളിർമയും ശാന്തതയും നൽകാൻ ഇതിന് കഴിയും. ജ്യോതിഷത്തിൽ മനസ്സിൻ്റെയും വികാരങ്ങളുടെയും കാരകൻ ചന്ദ്രനാണല്ലേ. പാലിന് ചന്ദ്രന്റെ പോസിറ്റീവ് ഊർജത്തെ സ്വീകരിക്കാൻ കഴിവുണ്ട്. ഈ കുളി നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും വൈകാരികമായ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നല്ല ഉറക്കം നൽകുകയും ചെയ്യും. ഇനി 5-ാമത്തേത്, ചർമ്മം തിളങ്ങാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ചന്ദനം. തിളങ്ങുന്ന ആരോഗ്യമുള്ള ചർമ്മം എല്ലാവരുടെയും സ്വപ്നമാണ്. ഇതിനായി നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മുടെ ചിന്തകളും ഒരുപോലെ പ്രധാനമാണ്. മനസ്സിൽ അസൂയ, വെറുപ്പ്, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ ഇല്ലെങ്കിൽ ചർമ്മം താനേ തിളങ്ങും. ഇതിനോടൊപ്പം കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ചന്ദനം അരച്ച് ചേർക്കുന്നത് അത്യുത്തമമാണ്. ചന്ദനത്തിന്റെ ഒരു ചെറിയ കഷ്ണമെടുത്ത് കല്ലിൽ ഉരസി ആ പേസ്റ്റ് കുളിക്കുന്ന വെള്ളത്തിൽ കലർത്തുക. ഇത് നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം നൽകുക മാത്രമല്ല, ശരീരത്തിന് മൊത്തത്തിൽ ഒരു ഉണർവ് നൽകുകയും ചെയ്യും. ഈ പ്രയോഗം അമാവാസി കഴിഞ്ഞ് പൗർണമി വരെയുള്ള 15 ദിവസങ്ങളിൽ ചെയ്യുന്നത് ഫലം ഇരട്ടിയാക്കും. ഇനി 6-ാമത്തേത്, ജോലിയിലും ബിസിനസ്സിലും വളർച്ചയ്ക്ക് ഇന്ദുപ്പ്. നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ വളർച്ച മുരടിച്ചു നിൽക്കുകയാണോ? ശനിയുടെ ദോഷം കാരണം കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നുണ്ടോ? എങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ ഇന്ദുപ്പ് ചേർത്ത് കുളിക്കുക. ഇന്ദുപ്പ് ശനി ഗ്രഹത്തിന്റെ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങളെ നീക്കുകയും കഠിനാധ്വാനം ചെയ്യാനുള്ള പ്രചോദനം നൽകുകയും കർമ്മപരമായ ദോഷങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമാകും. ഇനി 7-ാമത്തേത്, ആത്മീയ ശുദ്ധിക്കും മനഃശാന്തിക്കും ഗംഗാജലം. നമ്മുടെ ശരീരത്തെ മാത്രമല്ല ആത്മാവിനെയും ശുദ്ധീകരിക്കാൻ കഴിവുള്ള പുണ്യജലമാണ് ഗംഗാജലം. മിക്കവാറും എല്ലാ ഹിന്ദു വീടുകളിലും ഗംഗാജലം സൂക്ഷിക്കാറുണ്ട്. നിങ്ങൾക്ക് ധ്യാനത്തിലോ പ്രാർത്ഥനയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ ഏതാനും തുള്ളി ഗംഗാജലം ചേർക്കുക. ഗംഗാജലം ഒരിക്കലും കുളിമുറിയിൽ സൂക്ഷിക്കരുത്. പൂജാമുറിയിൽ നിന്നും കുളിക്കുന്ന സമയത്ത് മാത്രം എടുത്ത് വെള്ളത്തിൽ ചേർക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുകയും നെഗറ്റീവ് കർമ്മങ്ങളെ ഇല്ലാതാക്കുകയും ദൈവീകമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി 8-ാമത്തേത്, സമ്പത്തും ഐശ്വര്യവും ആകർഷിക്കാൻ റോസ് അത്തർ. ജീവിതത്തിൽ സ്നേഹം, സൗന്ദര്യം, ആഡംബരം, ഐശ്വര്യം, പണം എന്നിവയെല്ലാം ആകർഷിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് റോസ് അത്തർ. ഇത് പനിനീരിൽ നിന്നും വ്യത്യസ്തമാണ്. വളരെ സാന്ദ്രതയേറിയ ഒരു സുഗന്ധമാണിത്. കുളിക്കുന്ന വെള്ളത്തിൽ 4-5 തുള്ളി റോസ് അത്തർ ചേർത്ത് കുളിക്കുക. ഇത് നിങ്ങളുടെ ശുക്രനെ ശക്തമാക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളെയും ആകർഷിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ മാറ്റങ്ങൾ വേണ്ടത് അതിനനുസരിച്ച് ഈ ടിപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.